നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കലാപരിപാടികളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രതീതി നമുക്കുണ്ടായി. ഇന്ന് വളരെ വർഷങ്ങൾ ഫോട്ടോഗ്രാഫറെ ജീവിച്ച ഒരാളാണ് ഞാൻ. 29 വർഷത്തോളം. വളരെ വ്യത്യസ്തമായ ഒരു ഓണ ആഘോഷമാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ആദ്യമായിട്ട് ഓണസദ്യയെ കുറിച്ച് തന്നെ ഞാൻ പറയാം. ഞാൻ ആ ഓണസദ്യയുടെ ഫുഡ് കമ്മിറ്റിയിൽ ഒരു മെമ്പർ ആയതുകൊണ്ട് ഞാൻ പറയുകയല്ല. പക്ഷെ എന്നിരിക്കലും വളരെ 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 അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു പ്രയത്നമാണ് ഈ ഫുഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. ഫുഡ് കമ്മിറ്റി മാത്രമല്ല, അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ഷൈജനും ജൂലിയും മഞ്ജു. ഞാൻ വാട്സാപ്പിലാണ് ഞങ്ങളുടെ ഫുഡ് കമ്മിറ്റിയിൽ മെസ്സേജസ് ഒക്കെ വരാറുള്ളത്. അതിന് ഞാൻ തമാശ കൊടുക്കും, എനിക്ക് ഫുഡിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത അഭിപ്രായങ്ങളൊന്നും ഞാൻ പറയാറില്ല. പക്ഷേ മഞ്ജുവിന്റെ വോയിസ് മെസ്സേജും ജൂലിയുടെ റിയാക്ഷൻസും ഒക്കെ വളരെ 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 എൻകറേജിങ് ആണ്. നമുക്കറിയാതെ തന്നെ നമ്മളെ അതിനകത്തൊക്കെ അങ്ങ് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് ഞാൻ ജൂലിയെയും മഞ്ജുവിനെയും അഭിനന്ദിക്കുകയാണ്. എല്ലാവരും ഒരു കൈയ്യടി കൊടുക്കണം അവർക്ക്. ഹലോ മിസ്റ്റർ ഷൈജൻ പീറ്റർ. ഷൈജൻ പീറ്റർ ഞങ്ങളുടെ ഫുഡ് കമ്മിറ്റിയുടെ ലീഡറാണ് ഷൈജൻ പീറ്റർ. അതിന് നേതൃത്വം കൊടുത്ത ഷൈജൻ പീറ്ററിനോടുള്ള നന്ദി അറിയിക്കുകയാണ് കേട്ടോ, ഷൈജൻ പീറ്റർ. പിന്നെ അതിൽ ഞങ്ങൾ പരിശ്രമിക്കാനായിട്ട് കുറെ അംഗങ്ങളുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാവരോടുമുള്ള അസോസിയേഷന്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ഓണസദ്യ ഇത്രയും വിജയകരമാക്കി നമ്മുടെ ഒരു ഓണക്കാലത്തേക്ക് കൊണ്ടുപോയ ആ ഓണസദ്യ ഒരുക്കിയ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കട്ടെ അസോസിയേഷന്റെ പേര്. പിന്നെ കലാപരിപാടികൾ അവതരിപ്പിച്ചതിനെ കുറിച്ചാണ് എനിക്ക് പറയേണ്ടത്. നമ്മുടെ സ്റ്റേജിൽ തുടങ്ങിയ സമയത്ത് ഒരു കൊച്ചു കുട്ടികളുടെ തിരുവാതിര കൊണ്ടാണ് തുടങ്ങിയത്. തിരുവാതിര എന്ന് പറഞ്ഞ ഓണക്കാലമാണ്. ആ കൊച്ചു കുട്ടികൾ എന്ന് പറയുന്നത് ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഡാൻസിന്റെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ കേട്ടാൽ അത് അവതരിപ്പിക്കാൻ ഒരു പ്രായമുണ്ട് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള പിള്ളേരല്ല. അതിൽ ചെറിയ പ്രായമുള്ള കുട്ടികൾ വളരെ മനോഹരമായ ഒരു തിരുവാതിര അവതരിപ്പിച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇവിടെ. എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി ആ പ്രോഗ്രാം കണ്ടപ്പോൾ. കുറെ കഴിഞ്ഞ് 2, 3, 4 നീനും നൈനും ഒക്കെ ഒരുപാട് പ്രോഗ്രാം. ഞാൻ വിചാരിച്ചു കൊച്ചു പിള്ളേരുടെ പ്രോഗ്രാമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു അതിനേക്കാൾ മേലെയുള്ള കുറെ പ്രോഗ്രാം വരുന്നത്. കുറെ ഡാൻസ്, യങ് ഓഡിയൻസിന് യങ്ങായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ കുറെ കഴിയുമ്പോൾ വെറുതെയുടെ ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, ഇതായിരിക്കും ഏറ്റവും വലുതെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് അതാ വരുന്നു. ഈ സ്റ്റേജിൽ ഇളക്കി മറിച്ചുകൊണ്ട് ജോണിയുടെ ഒരു പേരുടെ സ്വാതിയുടെ ഒരു പ്രോഗ്രാം. വാവ്, ദാറ്റ് വാസ് വണ്ടർഫുൾ പെർഫോമൻസ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. ജോണി ഒരു പാട്ട് പാടി ഞാൻ വിചാരിച്ചത് തീർന്നെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനേക്കാൾ വളരെ ഭയങ്കരമായ ഒരു ഡാൻസ് അത് ഭാര്യ ഭർത്താവുകളുടെ സ്റ്റേജിൽ അവതരിപ്പിച്ചു. മാത്രമല്ല ഒന്നിനൊന്ന് എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഈ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവരോടുമുള്ള അസോസിയേഷന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കൈയിടിച്ച എല്ലാവർക്കും വേണ്ടി കൈയിടിച്ചു. പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ ഒരുപാട് പേരുകൾ പറയണം. ഞാൻ ഏതാണ്ട് എന്റെ സെൽഫോണിൽ ഞാൻ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 12 പ്രോഗ്രാമുകൾ നമ്മൾ അവതരിപ്പിച്ചു. അതിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുപ്പിച്ചത്. വളരെ മനോഹരമായ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാ കലാകാരന്മാരും കലാകാരികളും ഇവിടെ അല്ലാത്തവരാരും ഞാൻ കണ്ടില്ലേ. ഒരുപാട് പ്രയത്നങ്ങൾ കൊണ്ട് സ്റ്റേജ് അവതരിപ്പിച്ച കലാകാരന്മാർക്കും കലാകാരികൾക്കുമുള്ള അസോസിയേഷന്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ അതിന് MC ആയിട്ട് നിൽക്കാനായിട്ട് വളരെ ശേഷിയുള്ള 2 പേരുണ്ടായിരുന്നു. എവ്ലിൻ സെലസ്റ്റിൻ. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്നത്. ഒരു പ്രാർത്ഥനയോടുകൂടി അവർ ആരംഭിച്ചു. ആ പ്രാർത്ഥന അവർ തന്നെ ചൊല്ലി വളരെ സന്തോഷകരമായി നമ്മളെ ഈ പ്രോഗ്രാമിലേക്ക് അവർ കൊണ്ടുപോയി. ഒരു പ്രാർത്ഥനയോട് ഒരു മനസ്സോടുകൂടി നമ്മളെ കൊണ്ടുപോയി. എന്നിട്ട് ആ പ്രോഗ്രാം ത്രൂ ഔട്ട് ഒരു ബോർഡ് പോലും ഇല്ലാതെ ആ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് കണ്ടക്ടർ പ്രോഗ്രാം ചെയ്തു. And they had the entertainment in between. Then there was a technical problem. They designed the program to make it entertaining for the audience. So thank you, Elvin and Celestine, for the wonderful MC tonight. Okay, ഞാൻ എൻ്റെ പ്രസംഗം കേട്ടില്ല, പറയാൻ ഒരുപാടുണ്ട്. ഓക്കെ, നമ്മുടെ സൗണ്ട് സിസ്റ്റം ഇവിടെ നമുക്ക് എല്ലാവർക്കും പ്രോഗ്രാം കേൾക്കണമെങ്കിലും കാണണമെങ്കിലും സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന വരുണൻ താങ്ക് യു വെരി മച്ച് ഫോർ ഓപ്പറേറ്റിംഗ് ദ മൈക്രോഫോൺ. പിന്നെ സനാതന മാധ്യമം പറഞ്ഞ ഈ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയിൽ വളരെ റെയറായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഹിന്ദു സംഘടനകളുടെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഇവിടെ ആരംഭിച്ച് ഒരുപാട് കമ്മ്യൂണിറ്റി സപ്പോർട്ടോടുകൂടി ഉയർന്നുള്ള ഈ പ്രസ്ഥാനം
ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് വളരെ പ്രയോജനകരമായ ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. മലയാളികൾക്ക് ഓണാഘോഷ പരിപാടിക്ക് ഇവിടെ വരുവാനും ഇത്ര വിശാലമായ ഒരു സംവിധാനം നമുക്ക് ഉപയോഗിക്കാനും നമ്മുടെ അനുവദിച്ച സനാതന മന്ത്രിയുടെ എല്ലാ ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷകരമായ ഓണം ആശംസിച്ചുകൊണ്ട് ഓണത്തിന് ദിവസങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് ഓണങ്ങൾ കിടപ്പുണ്ട്, നാട്ടിൽ ഓണമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും തുടർന്നുള്ള ഓണാഘോഷത്തിന്റെ സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ദിവസങ്ങളാവട്ടെ. ഈ ഓണം മനസ്സിലാവും. അതുകൊണ്ട് സഹോദരത്തോടെ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.